السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത് അൽ ഉസൂൽ അസ്സലാസ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബാണ് അൽ ഉസൂൽ അസ്സലാസ. അതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ. അൽ ഉസൂൽ അസ്സലാസ. ഈ കിതാബിൻ്റെ പ്രത്യേകത, എല്ലാ ജനങ്ങളും, അത് പണ്ഡിതനായാലും വിദ്യാർത്ഥിയായാലും സാധാരണക്കാരനാണെങ്കിലും നിർബന്ധമായും പഠിക്കേണ്ട ഒരു കിതാബാണ്. ഉസൂലുൽ സലാസൻ്റെ അടിസ്ഥാനം, ഈ കിതാബ് അദ്ദേഹം രചിക്കാനുള്ള 2 അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ദാഖ തുഅമൽ ഈമാൻ, ഒരാൾ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു, രുചിച്ചിരിക്കുന്നു. ആരാ? മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും റസൂലുള്ളാഹി തങ്ങളെ പ്രവാചകനായി തൃപ്തിപ്പെടുകയും ദീനുൽ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്ത ഒരാൾ, അയാൾ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. ഇതാണ് ഹദീസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തൊരു ഹദീസ്, ഖബറിൽ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരു ഹദീസാണ്. സുദീർഘമായ ഹദീസാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ മറമാടിയതിന് ശേഷം, ദഫൻ ചെയ്തതിന് ശേഷം 2 മലക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരും. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചിരുത്തും. എന്നിട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. ഈ 3 ചോദ്യങ്ങൾ. നിൻ്റെ റബ്ബ് ആരാണ്, നിൻ്റെ പ്രവാചകൻ ആരാണ്, നിൻ്റെ ദീൻ ഏതാണ്? ഈ 3 ചോദ്യമായിരിക്കും അയാളുടെ ഖബറിൽ ചോദിക്കുക. ഈ ഖബറിലെ ചോദ്യത്തിന് പറയുന്ന പേരാണ് ഫിത്നത്തുൽ ഖബർ. ഫിത്നത്തുൽ ഖബർ. എന്നാൽ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എങ്കിൽ അവിടെ ശിക്ഷിക്കപ്പെടും. അതിന് പറയുന്ന പേരാണ് അദാബുൽ ഖബർ. ഇത് രണ്ടും ഖബറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഫിത്നത്തുൽ ഖബർ, അദാബുൽ ഖബർ. ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ 2 മലക്കുകളുടെ ചോദ്യം, അതിനുള്ള മറുപടി ഇല്ല എങ്കിൽ ശിക്ഷ. അതിനാണ് അദാബുൽ ഖബർ എന്ന് പറയുന്നത്. രണ്ടും ഹഖാണ്. ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്. മുതവാത്തിറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് രണ്ടും. അപ്പോൾ ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരാൾ മറമാടി കുടുംബക്കാരൊക്കെ തിരിച്ചു പോയാൽ മലക്കുകൾ വരികയും അദ്ദേഹത്തെ പിടിച്ചിരുത്തും. എന്നിട്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യം ചോദിക്കുന്നത് മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാണ്. രണ്ടാമത്തെ റസൂലുള്ളാഹി തങ്ങളെ കാണിച്ചിട്ട് രൂപം കാണിച്ച് ചോദിക്കും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകൻ ആരാണ്. മൂന്നാമത് ചോദിക്കും വമാ ദീനുക, നിൻ്റെ ദീന, നീ ദുനിയാവിൽ ജീവിക്കാൻ ഏത് മതത്തെയാണ് നീ അള്ളാഹുലേക്ക് എത്തുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ 3 ചോദ്യങ്ങളായിരിക്കും ഖബറിലുണ്ടാകുക. മുഅ്മിനീങ്ങൾ അതിന് മറുപടി പറയും. മുനാഫിഖുകളും കാഫിറും മുർതാബ്, കാഫിറും മുനാഫിക്കും മറുപടി പറയാൻ സാധിക്കാതെ ഹാ ഹാ എന്ന ശബ്ദമുണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സമയത്തായിരിക്കും മലക്കുകൾ അവരെ ഖബറിൽ നിന്ന് ശിക്ഷിക്കുക എന്ന്. വലിയൊരു ഹദീസാണ്. ചുരുക്കി ഭാഗമാണ് സൂചിപ്പിച്ചത്. ഈ 2 ഹദീസാണ് ഈ കിതാബ് രചിക്കാനുണ്ടായ അടിസ്ഥാന കാര്യം. കാരണം ഈ 2 ഹദീസിനും പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. പണ്ഡിതനും വിദ്യാർത്ഥിക്കും സാധാരണക്കാരനും രാജാവിനും തൊഴിലാളിക്കും മുതലാളിക്കും എല്ലാവർക്കും ബാധകമാണ്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബ് രചിച്ചത്. ഈ കിതാബിന് മറ്റൊരു പ്രത്യേകത, ചെറിയ കിതാബാണ്. ഇതിൻ്റെ മത്തിന് വളരെ ചെറുതാണ്. അതുമാത്രമല്ല, ഉമ്മത്തിൽ ഖബൂലിയത്ത് കിട്ടിയ, സ്വീകാര്യത കിട്ടിയ ഒരു കിതാബും കൂടിയാണ്. ഒരുപാട് ഷറഹുകൾ ഈ കിതാബിൻ്റെ മേൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ചെറിയൊരു മത്തിനാണ്. ഈ കിതാബിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കിതാബുകൾ മുൻഗാമികളും പിൻഗാമികളും എഴുതിയിട്ടുണ്ട്. അതിൽ അറിയപ്പെട്ടതുകൊണ്ട് അറിയപ്പെടാത്തതുകൊണ്ട് 10-12ഓളം ഷറഹുകൾ ഈ കിതാബ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ കിതാബിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാമിന് വേറൊരു പ്രത്യേകത, വളരെ എളുപ്പമുള്ള വാക്കുകൾ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന, വായിച്ച പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സാഹിത്യങ്ങളോ അതല്ലെങ്കിൽ കെട്ടുകുടുക്കുകളോ ഇല്ലാത്ത വ്യക്തമായ ഭാഷയിലൂടെയാണ് അദ്ദേഹം ഈ കിതാബുകളൊക്കെ രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, അദ്ദേഹം നേരിട്ട് കാണുന്നത് സാധാരണക്കാരെയാണ്, സാധാ ജനങ്ങളെ, പണ്ഡിതന്മാരെ അല്ല. അപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന നിയത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. ഈ കിതാബിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അദ്ദേഹം ഹിജറ 1115 അദ്ദേഹം ജനിക്കുന്നത്. ഉയൈന എന്ന് പറയുന്ന സ്ഥലം, ഇന്നും ഉയൈന എന്ന് പറയുന്ന സ്ഥലം കാണാം. ദർഇയ്യ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇന്നത്തെ. ദർഇയ്യ അതായത് റിയാദിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, നജിദിൻ്റെ ഭാഗം. അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത് 1115. അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഉപ്പപ്പ, അദ്ദേഹത്തിൻ്റെ ഉപ്പ, ഇവരൊക്കെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. അപ്പോൾ ഒരു പണ്ഡിതന്മാരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനപ്പാടാക്കി, അതുപോലെ തന്നെ ഫിഖിൻ്റെ കിതാബുകളും ഹദീസിൻ്റെ കിതാബുകളും പഠിച്ചു. അറിയപ്പെട്ടൊരു പണ്ഡിതനായി മാറുകയും ചെയ്തു. അപ്പോൾ ആ നജിദിൻ്റെ ഭാഗത്ത് അന്ന് ഖാദിയായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പപ്പ സുലൈമാൻ അത്തമീമിയായിരുന്നു. സുലൈമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പയായിരുന്നു നജിദിൻ്റെ ഖാദിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉപ്പപ്പയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഉപ്പ ആ സ്ഥാനം ഏറ്റെടുത്തു. ആ ഉപ്പയുടെ മരണത്തിന് ശേഷം ഹിജറ 1153 ആ സ്ഥാനം ഇദ്ദേഹം ഏറ്റെടുത്തു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഏറ്റെടുത്തു. ആ സമയത്താണ് സഊദ് രാജാവ് നജ്ദും അതേപോലുള്ള ഹിജാസിൻ്റെ പ്രദേശങ്ങളും കീഴടക്കുന്നതിന് വേണ്ടി തുർക്കികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. സഊദ് രാജാവ്, ആ സഊദ് രാജാവുമായി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല തയ്യപ്പായി. ഒരു ഭാഗത്ത് ഭരണം, മറ്റൊരു ഭാഗത്ത് സലഫി ദഅവത്തിൻ്റെ തുടക്കം. ഈ രണ്ട് രൂപത്തിലാണ് അവർ രണ്ടാളും തയ്യപ്പായത്. അപ്പോൾ ദീനീ രംഗത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ സേവനവും രാഷ്ട്രീയ രംഗത്ത് സഊദ് രാജാവിൻ്റെ സേവനവും, ഇവ രണ്ടും കൂടിയിട്ടാണ് പിന്നീട് ദഅവത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ശിഷ്യന്മാരും എല്ലാവരും ആത്മീയ രംഗത്ത് സഊദ് രാജാവിനെ സഹായിച്ചു ദീനിപരമായി. സഊദ് രാജാവും അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും ഇദ്ദേഹത്തെ സഹായിച്ചു. ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ ദഅവത്തിനെയും സഹായിച്ചു. ഇദ്ദേഹം മുജദ്ദിദാണ്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള കിതാബുകൾ വായിച്ച് ആ കിതാബിൽ ആകൃഷ്ടനായി ആ കിതാബിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ദഅവത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ തുടക്കം സഊദ് രാജാവിൻ്റെ സപ്പോർട്ട് കൂടി നജിദിൽ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം സൗദി രാജാവ് നജിദ് കീഴടക്കുന്നതും പിന്നെ ഹിജാസ് കീഴടക്കുന്നതും സൗദി ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതിലൂടെ രണ്ട് ഭാഗങ്ങളായി മാറി. ഒന്ന്, സഊദ് രാജാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിലേക്ക് തിരിഞ്ഞു. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൂടി സലഫി ദഅവത്തുമായി മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അവിടെയാണ് ഈ ദഅവത്തിൻ്റെ തുടക്കം, ആരംഭം. അത് ആരംഭം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള ആരംഭം. സലഫിയത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഉണ്ടാക്കിയൊരു പുതിയൊരു ആശയമോ പുതിയൊരു ആദർശമോ അല്ല, മറിച്ച് സലഫുകളിൽ നിന്ന്, സഹാബാക്കളിൽ നിന്ന് തുടങ്ങി വന്ന ഒരു സമ്പ്രദായം, സഹാബാക്കളിൽ നിന്ന് തുടങ്ങി വന്ന ഒരു ആചാരം, സഹാബാക്കളിൽ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാനം, അതിനെ ഇല്ലായ്മയിൽ നിന്നും ഒന്നും കൂടി പുനർജീവിപ്പിച്ചു. അതാണ് മുജദ്ദിദ് എന്ന് പറയുന്നത്. മുജദ്ദിദ് എന്ന് പറഞ്ഞതാണ് ഒരു കാലഘട്ടത്തിൽ ഇല്ലാതായ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആൾ. അതാണ് മുജദ്ദിദ്. അതേ പണിയാണ് മുഹമ്മദ് വഹാബ് റഹിമഹുല്ല എടുത്തത്. അദ്ദേഹം തുർക്കികൾ സൂഫികളാണ്. അവർ നജ്ദും ഹിജാസും ഭരിക്കുന്ന സമയം അവർ സൂഫിസം പ്രചരിപ്പിച്ചു.
അതിനെതിരെ സലഫി ദഅവത്തുമായി രംഗത്ത് വന്ന ആളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല, സൗദ് രാജാവിൻ്റെ സപ്പോർട്ടോടുകൂടി. അങ്ങനെയാണ് ഈ ദഅവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. പിന്നെ അള്ളാഹു അവർക്ക് സ്വീകാര്യത നൽകി. ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു ദഅവത്തിൻ്റെ മേഖലയിൽ അത് വളരുകയും ചെയ്തു. അതാണ് ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ സലഫിയത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ സൃഷ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി ഏറ്റെടുത്ത കാര്യവുമല്ല, മറിച്ച് സഹാബാക്കളിൽ നിന്നും കാലഘട്ടക്രമേണ മാറി മാറി കൈമാറ്റം ചെയ്യപ്പെട്ടു വരികയും ഒരു കാലഘട്ടത്തിൽ അത് നശിക്കപ്പെടുകയും ചെയ്തു, നശിച്ചു പോവുകയും ചെയ്തു. അതിനൊരു പുനർജീവനം നൽകിയതാണ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ഒരു പുനർജീവനം ഇതിന് നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹം ദഅവത്തുമായി വന്നു. സൗദി രാജാവ് സൗദി ഭരണകൂടം സ്ഥാപിച്ചു. അതിനുശേഷം ആദ്യം അവർ ചെയ്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സെയ്ദ് ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ സെയ്ദ്. ആ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരു ഖബറുണ്ടായിരുന്നു നജ്ദിൽ. ഖബർ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടം നമ്മൾ കാണുന്നത് പോലെ ആ ഖബറിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ അനുബന്ധമായി ജാറങ്ങളും ഉറൂസുകളും അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും ഇതൊക്കെ നടമാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഖബറിനെ കേന്ദ്രമാക്കിക്കൊണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല സൗദി രാജാവിൻ്റെ സപ്പോർട്ടോടുകൂടി ആദ്യം ചെയ്തത് ആ ഖബർ പൊളിച്ചു മാറ്റുക ചെയ്ത്. കെട്ടിപ്പൊക്കിയ ഖബറായിരുന്നു, അത് അദ്ദേഹം പൊളിച്ചു മാറ്റി. അതിൻ്റെ ഹദീസ് അലി റളിയല്ലാഹുവിൻ്റെ ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പൊക്കപ്പെട്ട ഒരു ഖബറും പൊളിക്കാതെ നീ ബാക്കിയാക്കാൻ പാടില്ല എന്ന ഹദീസാണ്. അതിൻ്റെ അടിസ്ഥാനം അദ്ദേഹം അത് പൊളിച്ചു നീക്കി, ആ ഖബർ പൊളിച്ചു നീക്കി. ഒന്നാമത്. രണ്ടാമത് അദ്ദേഹം ചെയ്തത്, അതേപോലെ നജ്ദിൽ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് പൂജിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ. ഇത് കേട്ടിട്ടുണ്ടോ? ദാത്തു അൻവാ എന്ന് പറഞ്ഞൊരു റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ മരം ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം മൂസാ നബിയോട് പശുക്കുട്ടീനെ കൊടുത്തില്ലേ? പശുക്കുട്ടീനെ കൊടുത്തിട്ട് നമുക്ക് ആരാധിക്കാൻ വേണ്ടി, കാരണം അള്ളാഹനെ നേരിട്ട് നമ്മൾ കാണുന്നില്ല, അപ്പം നേരിട്ട് കണ്ടുകൊണ്ട് ആരാധിക്കാൻ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി തരണം. സാമിൽ ഉണ്ടാക്കിയെടുത്ത പശുക്കുട്ടിയെ ചോദിച്ചില്ലേ? അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കൾ ദാത്തു അൻവാ എന്ന് പറയുന്ന മരം കാണിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയും, മൂസാ നബി സമുദായം ചോദിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഈ മരത്തെ നിങ്ങൾ നിയമിച്ചു തരണം, ആരാധിക്കാൻ, പൂജിക്കാൻ, നമ്മുടെ വാളുകളും മറ്റൊക്കെ അവിടെ കൊണ്ട് പൂജിക്കാൻ നമുക്ക് ഈ മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം. റസൂലുള്ളാഹി ചൂടായി. റസൂലുള്ളാഹി ചോദിക്കും, ബനൂ ഇസ്രായേൽ മൂസാനോട് ചോദിച്ചതുപോലെയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്നിട്ട് റസൂലുള്ളാഹി ചൂടാവും. അതേ സ്വഭാവമാണ് പിന്നീട് അറബികൾക്ക് ഉണ്ടായത്. അവർ ഒരു മരം അതിനെ പൂജാവസ്തുവായി സ്വീകരിക്കുകയും അതിനെ പൂജിക്കുകയും ചെയ്തു, ആരാധിക്കുകയും ചെയ്തു. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല സൗദ് രാജാവിൻ്റെ സഹായത്തോടുകൂടി രണ്ടാമത് ചെയ്ത പണി ആ മരം മുറിച്ചു കളഞ്ഞതാണ്. ഇതാണ് സലഫി ദഅവത്തിൻ്റെ തുടക്കം. ഷിർക്കിൻ്റെ കൂമ്പാരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു സലഫി ദഅവത്തിൻ്റെ തുടക്കം. അതിന്നും തുറന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അത് ബാക്കിയാകുകയും ചെയ്യും. അതിന് തെളിവാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞ ചില ആയത്തുകൾ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുൻഗാമികളിൽപ്പെട്ട മുഹാജിറുകളിലും അൻസാറിലും പെട്ട മുൻഗാമികൾ, അവരാണ് നമ്മളെ മുൻഗാമികൾ, സലഫുകൾ. അവരാണല്ലോ ഈ സലഫിയത്തിൻ്റെ തുടക്കക്കാർ. അവരും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ പിന്തുടരുന്നവരും. അത് ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സലഫിയത്ത് എന്ന് പറയുന്നത് ഏതോ ഒരു കാലഘട്ടത്തിൽ നശിച്ചു പോകുന്നതോ മറ്റുള്ള ഇസങ്ങളെയും മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളെയും മറ്റുള്ള സംഘടനകളെയും പോലെ ഒരു ആശയമോ ആദർശമോ അല്ല സലഫിയത്ത്, മറിച്ച് ജീവിത രീതിയാണ്. സഹാബാക്കൾ കാണിച്ചു തന്ന ജീവിത രീതി അത് തുടർന്നുകൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ വരെ. അതിൻ്റെ ഒരു തുടക്കക്കാരൻ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനർജീവനം നടത്താൻ അള്ളാഹു തെരഞ്ഞെടുത്തൊരു മുജദ്ദിദാണ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അതല്ലാതെ സലഫിയത്ത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയോ അദ്ദേഹത്തിൻ്റെ ആദർശമോ അദ്ദേഹത്തിൻ്റെ ആശയമോ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയല്ല അത്, മറിച്ച് മുൻഗാമികളിൽ നിന്ന് കിട്ടിയ സാധനം അദ്ദേഹം ഒരു പുനർവിചിന്തനം നടത്തി എന്ന് മാത്രം. അതാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ കിതാബ് രചിക്കേണ്ടായ കാരണം. അദ്ദേഹം ഈ സലഫിയത്തിൻ്റെ ദഅവത്ത് തുടങ്ങി ഇറങ്ങുമ്പം ജനങ്ങളൊക്കെ ജാഹിലീങ്ങളായിരുന്നു, മരങ്ങളെയും ഖബറുകളെയും പൂജിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർക്ക് ആ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അദ്ദേഹം ചില കിതാബുകൾ എഴുതി. കശ്ഫ് ശുബഹാത്ത്, കിതാബ് തൗഹീദ്, അതേപോലെ ഉസൂലു സലാസ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കിതാബുകളാണ്.
അറിയപ്പെട്ട ഇന്ന് ലോകത്ത് ഖബൂലിയത്ത് സ്വീകാര്യത കിട്ടിയ കിതാബുകളുടെ കൂട്ടത്തിൽപ്പെട്ട കിതാബുകളാണ്. കിതാബു തൗഹീദ്, കശ്ഫ് ശുബഹാത്ത്, പിന്നെ ഉസൂലുസ് സലാസ. ഇതൊക്കെ അദ്ദേഹം ആ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ കിതാബുകളാണ്. ഏകദേശം ഹിജറ 1206 അദ്ദേഹം ദർഇയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി. അദ്ദേഹമാണ് ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കിതാബിൻ്റെ തുടക്കം ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാം. കിതാബിൻ്റെ കോപ്പി എടുത്തുണ്ടോ? ഞാനിതിൻ്റെ മത്തിന് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അയച്ചു തരാം. വേഗം പ്രിൻ്റ് എടുത്താൽ മതി. കിതാബ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ആ കിതാബ് അദ്ദേഹം തുടങ്ങുന്നത് അങ്ങനെയാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ഇഅ്ലം റഹിമക്കല്ലാഹ് അന്നഹു യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇൽ അൽ ഊല അൽ ഇൽം. അദ്ദേഹം പറയാണ്, അദ്ദേഹം കിതാബ് തുടങ്ങിയത് ബിസ്മില്ല വെച്ചാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ഇത് സലഫുകളുടെ ഒരു രീതിയാണ്, സലഫുകളുടെ ഒരു ചര്യയാണ്. കാരണം റസൂലുള്ളാഹി അള്ളാഹു ഖുർആൻ തുടങ്ങിയത് ബിസ്മില്ല വെച്ചുകൊണ്ടാണ് അല്ലേ? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. റസൂലുള്ളാഹി തങ്ങൾ ഓരോ രാജാക്കന്മാർക്കും ദഅവത്തിൻ്റെ സന്ദേശം കത്തെഴുതിയിട്ട് അയച്ചിരുന്നു അല്ലേ? കാണാം നമുക്ക് റസൂലുള്ളാഹിയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം. റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കത്തെഴുതിയിട്ട് അയച്ചിരുന്നു. ഇന്ത്യയിലേക്കും അയച്ചിട്ടുണ്ട്, അറിയോ? ഇന്ത്യയിലേക്കും റസൂലുള്ളാഹി തങ്ങൾ കത്തയച്ചിട്ടുണ്ട്. അന്ന് പേർഷ്യയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ കത്തെഴുതിയിട്ട് അയച്ചു. പേർഷ്യയുടെ ഭാഗമായിരുന്നു ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ പ്രദേശങ്ങളൊക്കെ അന്ന് പേർഷ്യയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും നമ്മുടെ നാട്ടിൽ ചില പേർഷ്യൻ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ റസൂലുള്ളാഹി തങ്ങൾ കത്തെഴുതി അയച്ചിരുന്നു. ഈ കത്തൊക്കെ റസൂലുള്ളാഹി തുടങ്ങിയത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ മുൻഗാമികളെ റസൂൽ ഖുർആനും സുന്നത്തും അതേപോലെ സലഫുകളും അവരെ പിൻപറ്റിക്കൊണ്ടാണ് സലഫി ഉലമാക്കൾ സാധാരണ കിതാബ് എഴുതുമ്പോൾ അധികം ആമുഖങ്ങളൊന്നും ഇല്ലാതെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കൊണ്ട് തുടങ്ങുന്നത്. ബിസ്മിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അല്ലേ? ഈ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. എങ്ങനെയുള്ള അള്ളാഹ്? അർ റഹ്മാൻ അർ റഹീം, കരുണ കാണിക്കുന്ന അള്ളാഹ്. റഹ്മാൻ റഹീമിൻ്റെ വ്യത്യാസം അറിയില്ലേ? റഹ്മാൻ അർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവർക്കും അള്ളാഹിനനുസരിച്ചവർക്കും മാത്രം ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവർ. ഇതാണ് രണ്ടും വ്യത്യാസം. ഒന്ന് ദുനിയാവിൽ, രണ്ട് ആഖിറത്തിൽ. ദുനിയാവിൽ അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കും. അള്ളാഹിനനുസരിച്ചവരും അള്ളാഹിനെ വഴിപ്പെട്ടവർക്കും കാഫിരീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ അള്ളാഹു കരുണ കാണിക്കും. എല്ലാവർക്കും അള്ളാഹു കച്ചവടത്തിൽ ബർക്കത്ത് നൽകും. എല്ലാവർക്കും അള്ളാഹു കല്യാണം കഴിച്ച മക്കളെ കൊടുക്കും. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങൾ കൊടുക്കും. അത് ദുനിയാവിൽ അള്ളാഹു ഈമാനുള്ളവർക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊടുക്കും. നമുക്ക് കാണുന്നില്ല ഇന്ന്? എല്ലാവർക്കും കൊടുക്കും. അത് അള്ളാഹിൻ്റെ ഒരു ഗുണമാണ്. ആഖിറത്തിലോ ഈമാനുള്ളവർക്ക് മാത്രം അള്ളാഹിൻ്റെ കരുണ കിട്ടും. അതാണ് രണ്ട് പേര് ഒന്നിച്ച് പറയാൻ കാരണം. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് ദുനിയാവിൽ എല്ലാവർക്കും കൊടുക്കും, ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം. അതാണ് അള്ളാഹിൻ്റെ രണ്ട് ഗുണങ്ങൾ, റഹ്മാൻ അർ റഹീം. അപ്പോൾ നമ്മളിവിടെ ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, അർ റഹ്മാൻ അർ റഹീം, കരുണ കാണിക്കുന്ന അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. ഇവിടെ സാധാരണ പണ്ഡിതന്മാർ പറയും, നിങ്ങളിവിടെ സങ്കല്പിക്കണം. അതായത് ബിസ്മില്ലാഹി അബ്ദഉ, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അഖറഉ, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അക്തുബു. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ വായിക്കുന്നു എന്ന് സങ്കല്പിക്കണം. അത് ഇൻഷാ അല്ലാഹ് അറബി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുടക്കം ഒരു ജാറ് കൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ ഒരു സങ്കല്പം ആവശ്യമാണ്. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അദ്ദേഹം പറയാണ് ഈ അലം, ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, അദ്ദേഹം വിദ്യാർത്ഥികളോട് അങ്ങേയറ്റം കൃപയും വാത്സല്യവും കരുണയും കാണിക്കുന്ന പണ്ഡിതനായിരുന്നു. നമ്മൾ ഇന്നത്തെ ഉസ്താദന്മാരെ പോലെയല്ല, അടിയും കുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്നേഹവും വാത്സല്യമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ചില ശൈഖന്മാർ യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ കരയും. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ, നമുക്ക് അറിയായിരിക്കും. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഇന്ന് മദീനയിലുള്ള അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം അറിയപ്പെട്ട മദീനയിലെ മുഹദ്ദിസാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുർ റസാഖ് അൽ ബദർ, അദ്ദേഹം ക്ലാസ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ യുവാക്കളെ സംബന്ധിച്ച് പറഞ്ഞ് അദ്ദേഹം കരയും.
എത്ര സ്നേഹമായിരുന്നു മക്കളോട്, വിദ്യാർത്ഥികളോട്. ഒരുപാട് ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതേപോലെ സലഫി പണ്ഡിതന്മാരുടെ പ്രത്യേകതയും കൂടി അതാണ്. വിദ്യാർത്ഥികളോട് അങ്ങേയറ്റ സ്നേഹവും കൃപയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ക്ലാസ് തുടങ്ങുന്ന തന്നെ എന്തായിരിക്കും? വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടായിരിക്കും. അതൊരു ശൈലിയാണ് സലഫുകളുടെ. അതാണ് ഇദ്ദേഹം അതേപോലെ ചെയ്തത്. അലം, നീ പഠിക്കണം, റഹിമക്കല്ലാ, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ. ദുആ കൊണ്ടാണ് അവർ തുടങ്ങാറുള്ളത് സാധാരണ. അപ്പോൾ അലം, നീ പഠിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം തുടങ്ങുന്നത് അലം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, റഹിമക്കല്ലാ, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ. എന്താ നീ പഠിക്കേണ്ടത്? ശ്രദ്ധിച്ചോ, എന്നെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അന്നഹു, തീർച്ചയായും കാര്യം, യജിബു അലൈന, നമുക്ക് നിർബന്ധമാണ്, നമുക്ക് അനിവാര്യമാണ്. നമുക്കെന്ന് പറയുമ്പോൾ ഇരിക്കുന്ന നമുക്ക് മാത്രമല്ല, ഭൂമി ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും. തഅല്ലുമു അർബഇ മസാഇൽ, 4 കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കൽ അനിവാര്യമാണ്. 4 കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? അതിന് ശേഷം അതാണ് പറയാൻ പോകുന്നത്. ഈ 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ കിതാബ്. വളരെ ഷോർട്ടാണ് ആ 4 കാര്യം. ഈ 4 കാര്യത്തിൻ്റെ പ്രത്യേകത, ഈ 4 കാര്യവും നമ്മുടെ ജീവിതത്തിൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അവിടെ പണ്ഡിതനെന്നോ ജാഹിലെന്നോ വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ്. ഭൂമി ലോകത്ത് ജീവിക്കുന്ന മുഅ്മിനായ എല്ലാ മനുഷ്യരും തുല്യരാണ് ഈ വിഷയത്തിൽ. അപ്പോൾ അൽ ഊല, ഒന്നാമത്തെ കാര്യം എന്താ? അൽ ഊല, ഒന്നാമത്തെ കാര്യം, വഹുവ മഅരിഫത്തുല്ലാഹ്, അൽ ഇൽം. ഒന്നാമത്തെ കാര്യം ഇൽമാണ്, അറിവ്. ഞാൻ ചുരുക്കി പറഞ്ഞല്ലോ, ഒന്നാമത്തത് അൽ ഇൽം, അറിവ്. അറിവ് പഠിക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. നമ്മൾ മുമ്പ് 2-3 ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സൂചിപ്പിച്ചതാണ്. അറിവ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. അൽ ഇൽം, അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മളന്ന് പറഞ്ഞു. എന്താ? കിതാബുല്ലാഹ് വസുന്നത്ത് റസൂലിഹി വ ആഥാറു സഹാബ. അള്ളാഹിൻ്റെ കിതാബ്, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത്, സഹാബാക്കളുടെ ചര്യ. ഇതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഇവരിലൂടെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? അതാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. അൽ ഇൽമു ഇൽമുന്നാൽ ഹുവ മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം, അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കുക. നമ്മളെങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് എങ്ങനെ പഠിക്കുക? എങ്ങനെ പഠിക്കുക അള്ളാഹിനെ സംബന്ധിച്ച്? 2 കാര്യങ്ങളാണ് അള്ളാഹു ഖുർആൻ സൂചിപ്പിച്ചത്. അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന് അൽ ആയാത്തുൽ കൗനിയ. ആയാത്തുൽ കൗനിയ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായി അള്ളാഹു നൽകിയിട്ടുള്ള ചില ദൃഷ്ടാന്തങ്ങൾ, അല്ലേ? പ്രകൃതിപരമായി അള്ളാഹു ദുനിയാവിൽ കാണിച്ചിട്ടുള്ള ചില ദൃഷ്ടാന്തങ്ങൾ, മനുഷ്യൻ്റെ പ്രത്യുൽപാദനം. അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരാൾ അള്ളാഹിൻ്റെ അജീബായ ഖുദ്റത്തിനെ സംബന്ധിച്ച് ആലോചിക്കൂലേ, അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ സൂറത്തുൽ മുഅ്മിൻ, അതല്ലെങ്കിൽ സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ അംബിയ, ഇതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അള്ളാഹു ആദ്യം ഗർഭപാത്രത്തിലേക്ക് ബീജത്തെയും അണ്ടത്തെയും ഒരുമിച്ചു. അതിലൂടെ അള്ളാഹു മാംസപിണ്ഡത്തെ ഉണ്ടാക്കി, രക്തപിണ്ഡത്തെ ഉണ്ടാക്കി, പിന്നെ മാംസപിണ്ഡമാക്കി, പിന്നെ അതിന് അള്ളാഹു പേശികളെ കൊണ്ട് പൊതിഞ്ഞു, പിന്നെ അതിന് എല്ലുകൾ നൽകി, പിന്നെ അതിന് റൂഹൂതി, പിന്നെ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാക്കിയെടുത്തു. എന്നിട്ട് നിശ്ചയിക്കപ്പെട്ട സമയം വരെ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായി അള്ളാഹു അതിനെ വളർത്തി. ഇതൊക്കെ ഖുർആൻ്റെ ആയത്തുകളാണ്. അള്ളാഹു അതിനെ വളർത്തി ഇല അജലി മുസമ്മ, പറയപ്പെട്ട സമയം വരെ. സമയമായപ്പോൾ യുഖ്രിജുക്കും തിഫ്ല, ഒരു മനുഷ്യക്കുട്ടിയെ രൂപത്തിൽ പുറത്തേക്ക് തള്ളി. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഇന്നും ശാസ്ത്രലോകം അംഗീകരിച്ച കാര്യമില്ല, പഠിച്ച കാര്യമില്ല. ഇതേക്കുറിച്ച് പഠിക്കുമ്പം ആലോചിക്കുമ്പം നമുക്ക് അള്ളാഹിൻ്റെ അജീബായ ഖുദ്റത്തുകളെ സംബന്ധിച്ച് മനസ്സിലാവും. അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വേറൊരു കാര്യം കൂടി പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹു നരകത്തിലിട്ട് കത്തിക്കും കാഫിര്യങ്ങളെ നരകത്തിലിട്ട് കത്തിക്കും. അവരുടെ ശരീരം കത്തി ഉണങ്ങിയാൽ വീണ്ടും അള്ളാഹു അവർക്ക് ജീവൻ നൽകും. അള്ളാഹു എന്താ പറഞ്ഞറിയോ? നിങ്ങളുടെ തൊലികൾക്ക് പകരം മറ്റു തൊലി അള്ളാഹു നൽകുന്നതാണ്, അല്ലേ? തൊലിയില്ലാത്ത ഒരാൾക്ക് തീ കത്തിയ വേദന ഉണ്ടാവും? ഇല്ല, മുസ്തഹീൽ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ അള്ളാഹിൻ്റെ അജീബായ കൗനിയായ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നമ്മൾ, അല്ലേ? അള്ളാഹു ഖുർആൻ ചോദിക്കുന്നത് അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ
എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത്? ഇത് പറയാൻ കാരണം എന്താ? അറബികൾ ഒട്ടകവുമായി മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നത് അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹ് എന്തിനാ പറയുന്നത്? കിബർ കാണിക്കാനാ? അല്ല, അത് ചിന്തിച്ചാൽ അള്ളാഹിനെ മനസ്സിലാക്കാൻ. അതാണ് ആയാത്തുൽ കൗനിയ എന്ന് പറയാം, പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങൾ. വഇലസ്സമായി റുഫിഅത്, ഉയർത്തപ്പെട്ട ആകാശങ്ങൾ നോക്കുന്നില്ല, തൂണുകളില്ലാത്ത ആകാശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നോക്കുന്നില്ലേ? വഇലൽ ജിബാലി നുസിബത്, നാട്ടപ്പെട്ട പർവ്വതങ്ങൾ നിങ്ങൾ നോക്കുന്നില്ലേ? അല്ലേ? വേറെ ആയത്ത് കാണാം, സൂറത്ത് നബയിൽ അല്ലാഹു പറയുന്നത് അള്ളാഹു പർവ്വതങ്ങളെ ഭൂമികൾക്ക് ആണികളായി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആണി എന്ന് പറഞ്ഞാൽ എന്താ? പകുതി അടിയിലുണ്ടാവും, പകുതി മേലുണ്ടാവും അല്ലേ? അതേപോലെ ഭൂമികളെ നിലനിർത്താൻ വേണ്ടി പർവ്വതങ്ങൾ അള്ളാഹു ആണികളായി സ്വീകരിച്ചു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അജീബായ പ്രകൃതിയിലുള്ള ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഇതൊക്കെയാണ് അള്ളാഹിൻ്റെ ചില ചോദ്യങ്ങൾ. അതേപോലെ തന്നെ ഒമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, രാപ്പകലുകളുടെ വ്യതിയാനത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. രാവും പകലും മാറി മാറി വരുന്നില്ലേ? ഇത് മാറാതെ ഒറ്റയടിക്ക് സ്റ്റക്കായി നിന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? സ്റ്റക്കായി നിന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന പകുതി എത്തുമ്പോൾ ഒരു 4 മണിയാകുമ്പോൾ അവിടെ സ്റ്റോപ്പായി, പിന്നെ മാറുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? അപ്പം ഇതൊക്കെ ഈ അള്ളാഹുവിൻ്റെ അജീബായ ദൃഷ്ടാന്തങ്ങളിൽ. അതേപോലെ അള്ളാഹു പറഞ്ഞു പിന്നെ നിങ്ങളുടെ വിവാഹബന്ധം, അതിലും അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് അല്ലേ? ഒന്നും അറിയാത്ത പരിചയമില്ലാത്ത 2 രാജ്യങ്ങളിൽ, 2 നാടുകളിൽ, 2 കുടുംബങ്ങളിൽ അന്യരായി ജീവിക്കുന്ന ഒരാണും പെണ്ണും അള്ളാഹിൻ്റെ കലിമത്തിലൂടെ ഒന്നാകുകയാണ്. പിന്നെ അവർ ഒന്നാണ്. വൻതും ലിബാസുല്ലക്കും വൻതും ലിബാസുല്ലഹുൻ അല്ലേ? അള്ളാഹു പറഞ്ഞ ദൃഷ്ടാന്തങ്ങളല്ലേ? 2 ആൾക്കാർ അള്ളാഹു ഒരുമിപ്പിച്ചു. അവർക്കിടയിൽ സ്നേഹം കൊടുക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്, 2 ആളെയും വേർതിരിക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്. ഇതൊക്കെ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, അജീബായ കുദ്റത്തുകളാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അറിയണം. ഇതാണ് ഒന്നാമത്തെ അൽ ആയാത്തുൽ കൗനിയ, പ്രകൃതിപരമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. രണ്ടാമത്തത് അൽ ആയാത്തുൽ ഖുർആനിയ, അല്ലെങ്കിൽ അൽ ആയാത്തുൽ വഹിയ്യ, വഹിയിലൂടെ നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ഖുർആനിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇതിലൂടെ ആയിരിക്കണം നിങ്ങൾ അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹിനെ സംബന്ധിച്ച് എന്താ പഠിക്കേണ്ടത്? ഇതിൽ ഞാൻ പറഞ്ഞ ഈ കിതാബിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ഈ കിതാബിൻ്റെ ഓരോ വേർഡുകളും മണിക്കൂറുകളോളം ചിന്തിക്കാനും ചർച്ച ചെയ്യാനുണ്ടാവും. ഓരോ വേർഡുകളും അല്ലേ? അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് എന്താ പഠിക്കേണ്ടത്? അള്ളാഹിനെ സംബന്ധിച്ച് 4 കാര്യങ്ങളാണ് അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കേണ്ടത്. അത് പഠിച്ചാൽ ക്ലിയറായി. 4 കാര്യങ്ങൾ. ഒന്ന്, വുജൂദുള്ള, അള്ളാഹുവിൻ്റെ വുജൂദിയത്ത്. വുജൂദിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കണം. അള്ളാഹു ഉണ്ട് എന്നതിനെ പഠിക്കണം. അള്ളാഹു ഇല്ല, ദൈവങ്ങളില്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വിഭാഗങ്ങളില്ല ഇന്ന് അല്ലേ? അപ്പോൾ വുജൂദിയത്ത്, അള്ളാഹു ഉണ്ട് എന്ന് പഠിക്കണം. വുജൂദിയത്ത്, വുജൂദിയത്തുള്ള. രണ്ടാമത്തത് റുബൂബിയത്തുള്ള, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്. അള്ളാഹു ഉണ്ട്. രണ്ടാമത്തെ അള്ളാഹിൻ്റെ റുബൂബിയത്ത്. റുബൂബിയത്ത് മൊത്തം അള്ളാഹ്ക്ക് വകവെച്ച് കൊടുക്കണം. അതാണ് അതിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും മനുഷ്യന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. അള്ളാഹുവിൽ നിന്നും മനുഷ്യന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? റുബൂബിയത്ത്, ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്, സൃഷ്ടിച്ച മനുഷ്യന് ജീവിക്കാനുള്ള ദുനിയാവിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അള്ളാഹുവാണ്, മക്കളെ നൽകുന്നതും കച്ചവടത്തിൽ ലാഭം നൽകുന്നതും മറ്റുള്ള ദുനിയാവിൽ വായു നൽകുന്നതും വെള്ളം നൽകുന്നതും അള്ളാഹുവാണ്, കൃഷി നൽകുന്നതും അള്ളാഹുവാണ്. ഇതാണ് റുബൂബിയത്ത്. അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് മനുഷ്യന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് അംഗീകരിക്കുക. അതിലേക്ക് ആർക്കെങ്കിലും ഇടപാടുണ്ടോ? മഴ നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. അതിൽ വേറെ ആർക്കും ഇടപാടുണ്ടോ? ഇല്ല. വേറെ ആർക്കും ഇടപാടുണ്ട് എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി, പുറത്തായി. അതാണ് അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കുന്നത്. അള്ളാഹിൻ്റെ റുബൂബിയത്ത് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിന് മനുഷ്യന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അംഗീകരിക്കുക, പഠിക്കുക. രണ്ടാമത് ഉലൂഹിയത്തുള്ള, അള്ളാഹുവിന് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമാണ്, വേറെ ആർക്കും അതിൽ പങ്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിൽ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അതാണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അതായത് മനുഷ്യനിൽ നിന്നും അങ്ങോട്ട് കൊടുക്കുന്ന കാര്യം അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, ഉലൂഹിയത്ത്. നമ്മൾ അള്ളാഹ്ക്ക് എന്താ കൊടുക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ഇല്ല. കൊടുക്കുന്ന ഇബാദത്താണ്. അപ്പോൾ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ.
പിന്നെയുള്ളത് അൽ അസ്മാ വസ്സിഫാത്ത്. അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് അൽ അസ്മാ വസ്സിഫാത്ത്. അസ്മാ സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞിട്ടുള്ളതായ നാമഗുണവിശേഷണങ്ങളുണ്ട്. പേരുകളുണ്ട്, ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ഇത് അള്ളാഹ്ക്കുള്ള പേര്, അള്ളാഹുവിൻ്റെ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, അത് അള്ളാഹ്ക്ക് മാത്രമെന്ന് വിശ്വസിക്കുക. അള്ളാഹിനെ പോലെ മറ്റൊരാൾ കാണുമോ? അള്ളാഹിനെ പോലെ മറ്റൊരാൾ കേൾക്കുമോ? അള്ളാഹിനെ പോലെ മറ്റൊരാൾ അറിയോ? ഇല്ല. അത് അള്ളാഹ്ക്ക് മാത്രം. അല്ലേ? നമ്മൾ സമീഅാണ്, നമ്മൾ കേൾക്കൂലേ? നമ്മൾ കാണൂലേ? അള്ളാഹു സമീഅാണ്, അള്ളാഹു കേൾക്കും. അല്ലേ? ഇന്നല്ലാഹു സമീഉൻ അലീം, അള്ളാഹ് പറഞ്ഞല്ലേ? അള്ളാഹു കേൾക്കും, അള്ളാഹു കാണും, അള്ളാഹു അറിയും. നമ്മൾ കാണുന്ന പോലെയാണ്? നമ്മൾ കേൾക്കുന്ന പോലെയാണ്? നമ്മൾ അറിയുന്നത് പോലെയാണോ? അല്ല. അത് അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിൽ. ഈ അസ്മാ വസിഫാത്തിൽ ഒരുപാട് ബിദ്അത്തിന്റെ ആൾക്കാർ പയച്ചു പോയിട്ടുണ്ട്. ഒരുപാട്. ഇൻഷാ നമുക്കത് പഠിക്കാം. അതിൻ്റെ ഭാഗത്തുമ്പോൾ ഇൻഷാ നമുക്കത് പഠിക്കാം. ഒരുപാട് ആൾക്കാർ പയച്ചു. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നതറിയോ? അള്ളാഹ്ക്ക് സിഫത്തുകളൊന്നുമില്ല എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് സിഫത്തുകളൊന്നുമില്ല, ഗുണങ്ങളൊന്നുമില്ല, അള്ളാഹുവിന് വിശേഷണങ്ങളില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന് വിശേഷണം നമ്മൾ സ്ഥിരപ്പെടുത്തിയാൽ അള്ളാഹു എന്താവും? മനുഷ്യനെ പോലെയാവും. ഇപ്പം അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹിന് കൈയുണ്ട്, സ്ഥിരപ്പെട്ടതാണ്. ഹദീസിൽ ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. ഖലഖ്തു ബിയദയ്യ എന്നുള്ള പറഞ്ഞത്. എൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ആദമിന് നീ എൻ്റെ സുജൂദ് ചെയ്യാത്തത് എന്നുള്ള ചോദിച്ചത് അല്ലേ? നീ ഖലഖ്തു ബിയദയ്യ, എൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ആദമിന് നീ എൻ്റെ സുജൂദ് ചെയ്യാത്തത് എന്നാ ഇബ്ലീസിനോട് ചോദിച്ചത്. ഇപ്പം അള്ളാഹ്ക്ക് കൈയുണ്ട്, സ്ഥിരപ്പെട്ടില്ലേ? അതേപോലെ വഖാലത്തുൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, യഹൂദികൾ അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് ഖുർആനിൽ അള്ളാഹ് സ്ഥിരപ്പെടുത്തിയതാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസുകൾ. അപ്പം അള്ളാഹ്ക്ക് കൈയുണ്ട്. അഹ്ലുസുന്നത്ത് നിലപാട് എന്താ? അള്ളാഹുവിന് കൈയുണ്ട്. എങ്ങനത്തെ കൈ? യലീഖു ബിജലാലിഹി വഅളമതിഹി, അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിൽ. അതെങ്ങനെ നമുക്കറിയില്ല. അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലുള്ള കൈ അള്ളാഹ്ക്കുണ്ട്. മനസ്സിലായ? അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലുള്ള കൈ അള്ളാഹ്ക്കുണ്ട്. നമുക്കെന്തില്ല? അറിയില്ല. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കൈഫിയത്ത് നമുക്കറിയാം, അള്ളാഹിനെ കണ്ടിട്ടില്ല. കൈഫിയത്ത് നമുക്കറിയില്ല, രൂപം എങ്ങനെ നമുക്കറിയില്ല. നമ്മളെന്താ വിശ്വസിക്കേണ്ടത്? അഹ്ലുസുന്നത്ത് മാത്രം നിലപാടെന്ന് വെച്ചാൽ അള്ളാഹുവിന് കൈയുണ്ട്, അത് അള്ളാഹ് യോജിച്ച രൂപത്തിൽ. എന്നാൽ ബിദ്അത്തിന്റെ ആൾക്കാർ പറയും അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ പോലെയാവും. അവരെന്ത് ചെയ്തു? അള്ളാഹുവിനെ മനുഷ്യനോട് സദൃശപ്പെടുത്തി. നമുക്ക് കൈയുണ്ട്, അപ്പോൾ അള്ളാഹ്ക്ക് കൈയുണ്ട് പറഞ്ഞാൽ നമ്മളെ പോലത്തെ കൈയാണ്, അത് പറയാൻ പാടില്ല. അപ്പം എന്താ പറയും? അള്ളാഹുവിന് കൈയില്ല എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നല്ല സമസ്തക്കാർ എന്ന് പറയുന്ന ആൾക്കാർ പണ്ട് നബിദിനത്തിനൊക്കെ പാട്ട് പാടുന്ന ചില പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. നബിദിനത്തിന് അവർ പാട്ട് പാടാറുണ്ട്. സാധാരണ കൈയില്ലാതെ, കണ്ണില്ലാതെ കാണുന്നവനും കാതില്ലാതെ കേൾക്കുന്നവനും. കേട്ടിട്ടുണ്ടാവും. അള്ളാഹിനെ സംബന്ധിച്ച് പാടുന്ന ചില പാട്ടുകളാണ്. കണ്ണില്ലാതെ കാണുന്നവനും കാതില്ലാതെ കേൾക്കുന്നവനും. അത് ബിദ്അത്തിന്റെ ആൾക്കാരുടെ പാട്ടാണ്. അശ്അരിയാക്കളാണ് ഈ ഒരു വാദം കൊണ്ടുവന്നത്. ഈ അശ്അരി അഖീദ പിൻപറ്റുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ അല്ലേ? നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ ആദർശം അശ്അരി അഖീദയാണ്, അല്ലെങ്കിൽ മാതൂരിദിയാണ്. ഇത് രണ്ടും ബിദ്അത്തിന്റെ കക്ഷികളാണ്. ഇത് രണ്ടും അള്ളാഹിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആ പാരമ്പര്യം നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കണ്ണുണ്ട്, അള്ളാഹുവിന് ചെവിയുണ്ട്, അതൊക്കെ അള്ളാഹിന് യോജിച്ച രൂപത്തിൽ. അല്ലേ? വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ നുസൂൽ, അള്ളാഹു എല്ലാ രാത്രിയും 1/3 കഴിഞ്ഞാൽ തഹജ്ജുദിൻ്റെ സമയത്ത് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങും. യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ് സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ അഖീർ. ഇത് ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇമാം മുസ്ലിം, അതേപോലെ ഇമാം തിർമിദി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. രാത്രിയുടെ 1/3 കഴിഞ്ഞാൽ ഇറങ്ങി വരും. അപ്പം അള്ളാഹിൻ്റെ നുസൂൽ, അള്ളാഹു ഇറങ്ങും എന്നുള്ള അള്ളാഹിൻ്റെ വിശേഷണമാണ്. അള്ളാഹു ഇറങ്ങും എന്നുള്ളത്. നമ്മളെ നല്ല സമസ്തക്കാരെന്ത് ചെയ്തു? മുജാഹിദികളുടെ അള്ളാഹുവിന് അർശിലിരിക്കാൻ സമയം ഉണ്ടാവില്ല, എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ ഇറങ്ങും, ഇവിടുന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് അമേരിക്കയിൽ രാത്രിയായി, അപ്പോൾ അവിടെ ഇറങ്ങും. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അവരെന്ത് ചെയ്തു? അള്ളാഹുവിനെ മനുഷ്യനെ സദൃശ്യപ്പെടുത്തി. അള്ളാഹുവിനെ മനുഷ്യനെ സദൃശ്യപ്പെടുത്തി. നമ്മൾ ഇറങ്ങുന്നത് പോലെ നമുക്കുള്ള രാവും പകലും, നമുക്കുള്ള സമയപരിധികൾ, നമുക്കുള്ള ദിക്കിൻ്റെ പരിധികൾ അവരെ അള്ളാഹുവിനെ അങ്ങനെ സദൃശ്യപ്പെടുത്തി. അത് പാടില്ല. അത് ബിദ്അകളുടെ സ്വഭാവമാണ്. ബിദ്അകൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അള്ളാഹിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ അള്ളാഹു ഇറങ്ങലല്ല, അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങലാണ് എന്ന് പറയും. വ്യാഖ്യാനിച്ചു, ദുർവ്യാഖ്യാനിച്ചു. പക്ഷെ അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങും. എങ്ങനെ?
അത് അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിൽ. അതെങ്ങനെ ചോദിക്കാൻ നമ്മൾ പോകണം? വേണ്ട. ഇമാം മാലിക് റഹ്മഹുല്ല പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അത് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടതാണ്, അത് അള്ളാഹുവിനുണ്ട്. അതെങ്ങനെ? വൽ കൈഫിയത്തു മജ്ഹൂൽ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. കാരണം റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു ചിരിക്കും എന്ന് റസൂൽ പറഞ്ഞു, എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം അതെങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. യലീഖു ബി ജലാലിഹി വ അളമതിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ അളമത്തിനും യോജിച്ച രൂപത്തിൽ. അതെങ്ങനെ? വല്ലാഹു അഅലം. എന്നാൽ വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്താണ്, പാടില്ലാത്താണ്. അത് അഹ്ലുൽ ബിദ്അന്റെ സ്വഭാവമാണ്. അള്ളാഹു എങ്ങനെ ഇറങ്ങുക ചോദിക്കും. അള്ളാഹു എങ്ങനെ ഇറങ്ങുക? നമ്മുടെ പരിധിയിൽപ്പെട്ടതാണോ? അത് പെട്ടതാണോ? അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അത് അള്ളാഹ്ക്ക് മാത്രമാണെന്ന് സ്ഥിരപ്പെടുത്തുക. അതാണ് നാലാമത്തെ കാര്യം. ഈ 4 കാര്യങ്ങൾ പഠിക്കലാണ് അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 1 ബി വുജൂദില്ല, അള്ളാഹു ഉണ്ട് എന്ന് പഠിക്കുക. 2 ഉലൂഹിയത്തുള്ള, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അള്ളാഹ് മാത്രം ആരാധനക്കർഹൻ എന്ന് പഠിക്കുക. 3 റുബൂബിയത്തുള്ള, നമുക്ക് മനുഷ്യൻ ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് എന്ന് പഠിക്കുക. 4 അൽ അസ്മാ വസ്സിഫാത്ത്, അള്ളാഹു നാമഗുണ വിശേഷണങ്ങൾ അള്ളാഹു ഏകനാണ് എന്ന് പഠിക്കുക. ഈ 4 കാര്യങ്ങളാണ് അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. മനസ്സിലാവേണ്ട. 2 മൂപ്പര് പറയാണ് അൽ ഇൽമു എന്ന് പറഞ്ഞില്ലേ. 1 കാര്യം ഇൽമു. 4 കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. ആ 4-ൽ 1 അൽ ഇൽം, അറിവാണ്. അറിവ് എന്താ? എന്ത് അറിവ് പഠിക്കേണ്ടത്? അതാണ് പറയാൻ പോകുന്നത്. 1 മഅരിഫത്തുള്ള, അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കുക. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ 4 കാര്യങ്ങൾ. ഓക്കെ. 2 മഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിക്കുക, അള്ളാഹുവിൻ്റെ നബിയെ സംബന്ധിച്ച് പഠിക്കുക. കാരണം ഇത് രണ്ടുമായിരിക്കും ഖബറിലെ ചോദ്യം. 1-ാമത്തെ ചോദ്യം മൻ റബ്ബുക വമൻ നബിയുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നബീനെ സംബന്ധിച്ച് പഠിക്കുക. എന്താ നബീനെ സംബന്ധിച്ച് പഠിക്കേണ്ടത്? നബിയുടെ ഉപ്പപ്പാരുടെ പേരെന്താ? ഉപ്പപ്പാരുടെ പേര് എന്താ? ഉപ്പപ്പാരുടെ പേര് അബ്ദുൽ മുത്തലിബ് അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ നസബ് പഠിക്കണം, കുടുംബ പേര് പഠിക്കണം. റസൂലുള്ളാഹിയുടെ ഏകദേശം 25ഓളം ഉപ്പപ്പമാർ മുത്തഫഖുൻ അലൈഹിയാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് മുറ കഅബ് ലുഐ ഗാലിബ് ഫഹദ് ഇബ്ൻ മാലിക് നദർ കിനാന എന്ന് പറയുന്ന 25ഓളം ഉപ്പപ്പമാർ മുത്തഫഖുൻ അലൈഹിയാണ്. അത് നിർബന്ധമായിട്ടും പഠിക്കണം. അത് പഠിക്കൽ അനിവാര്യമാണ്. മുഅ്മിനായ ഒരാളത് പഠിച്ചിരിക്കണം. പിന്നെ റസൂലുള്ളാഹിയുടെ കുടുംബം, അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ മക്കൾ. എത്ര മക്കളാണ് റസൂലുള്ളാഹി തങ്ങൾക്ക്? 12. എത്ര മക്കളുണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക്? 15. എത്ര ഉണ്ടായിരുന്നു? 7 മക്കൾ, 4 പെണ്ണും 3 ആണും. റസൂലുള്ളാഹിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ബിൽ ഇത്തിഫാഖ് 11. അഭിപ്രായ വ്യത്യാസം 9 ആണെന്നും മറ്റു 2 അടിമ സ്ത്രീകളാണെന്നും അഭിപ്രായമുണ്ട്. പക്ഷേ 11 ഭാര്യമാർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതാണ് സഹിഹ റിപ്പോർട്ട്. 11 ഭാര്യമാർ. റസൂലുള്ളാഹി തങ്ങൾക്ക് എത്ര മൂത്താപ്പന്മാരുണ്ടായിരുന്നു? എത്ര മൂത്താപ്പന്മാരുണ്ടായിരുന്നു? 11 ആൾ, 11 മൂത്താപ്പന്മാർ. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് മൊത്തം പഠിക്കണം. റസൂലുള്ളാഹിയുടെ ജീവിത രീതി 63 വർഷം, റസൂലുള്ളാഹിയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള 63 വർഷം പഠിക്കണം റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച്. ഒരു ദിവസം അബ്ദുല്ലാഹ് ബിൻ ഗനി അൽ മഖ്ദസി എന്ന് പറയുന്ന പണ്ഡിതൻ, അബ്ദുൽ ഗനി അൽ മഖ്ദസി, അദ്ദേഹം ഇബ്നു ഖുദാമ റഹ്മഹുള്ളയുടെ പിന്നെ ഉമ്മയുടെ സഹോദരനാണ്. അബ്ദുൽ ഗനി അൽ മഖ്ദസി. ഈ അബ്ദുൽ ഗനി അൽ മഖ്ദസി എന്ന് പറഞ്ഞ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു ദിവസം ബഗ്ദാദിലെ ഒരു ബീച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൽ വൈകുന്നേരം കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് 2 ആൾ. നടക്കുന്ന സമയം ഒരു ചർച്ച് കണ്ടു, കനീസ, ക്രിസ്ത്യാനി പള്ളി കണ്ടു. അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ട് ഇവരെന്ത് ചെയ്തു? ആ പള്ളി കാണാൻ പോയി. പള്ളിൻ്റെ ഉള്ളിൽ കയറി പള്ളിയൊക്കെ കണ്ടു. പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഒരു ക്രിസ്തീയ പുരോഹിതൻ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തീയ പുരോഹിതനെ പരിചയപ്പെട്ടു. അപ്പോൾ അബ്ദുൽ ഗനി അൽ മഖ്ദസി കുറച്ച് അങ്ങോട്ട് നടന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് ഇയാൾ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ബഗ്ദാദിലെ ജാമിയയിൽ നിന്ന് വരുന്നതാണ്. അതായത് ബഗ്ദാദിലെ
ജുമാഅത്ത് പള്ളിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? പഠിക്കുകയാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താ പഠിക്കുന്നത് ചോദിച്ചു. ദീൻ പഠിക്കുക. അപ്പോൾ ചോദിച്ചു എന്നാൽ നിങ്ങൾ ദീനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരുമോ ചോദിച്ചു ആ ക്രിസ്തീയ പുരോഹിതൻ. നിങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. പ്രവാചകനെ സംബന്ധിച്ച് ഫറാസിനോട് ഒരാൾ പറയാണ് നിങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ നീ എന്താ പറഞ്ഞു കൊടുക്കുക? അതേ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതേപോലെ അയാൾ എന്ത് ചെയ്തു? അന്തം വിട്ടവിടെ നിന്ന്, ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താ തുടങ്ങേണ്ട, എങ്ങനെ അവസാനിക്കണം ഒന്നും മനസ്സിലാകുന്നില്ല. അന്തം വിട്ടവിടെ നിന്ന്. അപ്പോൾ ക്രിസ്തീയ പുരോഹിതൻ കുറേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇഞ്ചിയിലൊക്കെ ഇൽമുള്ള ആളായിരിക്കുമല്ലോ, കുറേ പ്രവാചകരെക്കുറിച്ച് കുറേ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചു. ഇതൊന്നും മറുപടി പറയാൻ അദ്ദേഹം കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി. അദ്ദേഹം തിരിച്ച് പോയിട്ട് അബ്ദുൽ ഖനി മഖ്ദസിയോട് പറഞ്ഞു, അയാൾ എന്നോട് ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു, എനിക്കൊന്നും മറുപടി കിട്ടിയില്ല, പറയാൻ പറ്റിയില്ല. അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ പറയാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയില്ല റസൂലുള്ളാഹിയുടെ പേരാണ്. പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. റസൂൽ എവിടെ ജനിച്ചത്? മക്കത്ത്. പക്ഷെ ചില സമയത്ത് നമുക്ക് വെപ്രാളെ കൊണ്ട് ചോദിക്കും. അതേ അവസ്ഥ ഉണ്ടായി അദ്ദേഹത്തിന്. അപ്പോൾ ഈ അബ്ദുൽ ഖനി മഖ്ദസ് എന്ത് ചെയ്തെന്ന് അറിയോ? അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഒരു കിതാബ് എഴുതി. മുഖ്തസറു സീറ എന്നാണ് എൻ്റെ പേര്. മുഖ്തസറു സീറ കിതാബിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾ പഠിക്കേണ്ട ഒരു കിതാബാണ് മുഖ്തസറു സീറ. റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം തുടക്കം മുതൽ അവസാനം വരെ വളരെ ഷോർട്ടായിട്ട്. അത് പഠിച്ചാൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ആര് ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. മുഖ്തസറു സീറ റസൂലുള്ളാഹി തങ്ങളുടെ ജനനം മുതൽ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് വരെ അതിലെല്ലാ കാര്യം ഉൾക്കൊള്ളിക്കുന്നത്. റസൂലുള്ളാഹിയുടെ കുതിരകളുടെ പേര്, റസൂലുള്ളാഹി തങ്ങളുടെ അമ്പും വില്ലും പേര്, റസൂലുള്ളാഹി തങ്ങളുടെ കുതിരകൾക്ക് ഓരോ പേരുണ്ടായിരുന്നു, റസൂലുള്ളാഹി കവിതകൾക്കും പേരുണ്ടായിരുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ വാളിനും പേരുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ പോറ്റുന്ന മൃഗങ്ങളില്ലേ, പെറ്റ്, പൂച്ചയും പട്ടിയൊക്കെ, അതിനൊക്കെ പേരിടാം എന്ന് പണ്ഡിതന്മാർ മുസ്തഹബാക്കിയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി തങ്ങൾ എല്ലാത്തിനും പേരിട്ടിരുന്നു. റസൂലുള്ളാഹിയുടെ ഓരോ കാര്യത്തിനും പേരുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ ചെരുപ്പിന്, റസൂലുള്ളാഹിയുടെ വെള്ളമെടുക്കുന്ന പാത്രം, റസൂലുള്ളാഹി തങ്ങളുടെ വാള്, ഇതിനൊക്കെ ഓരോ പേരുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കുതിരകൾ. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളടക്കം എല്ലാ കിതാബുണ്ട്. വളരെ ഷോർട്ടായിട്ട് ആർക്കും വായിച്ചാൽ തിരിയുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ കിതാബ്. അപ്പോൾ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ഓരോ കാര്യങ്ങൾ അതിൽ പ്രധാന പണ്ഡിതന്മാർ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്. എന്താണ് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ടത് എന്നുള്ളത്? ഒന്ന്, വതസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിക്കണ്ടേ, പഠിക്കണ്ടേ? എന്താ അത്? ഒന്ന്, തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി തങ്ങൾ അറിയിച്ച കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തുക. റസൂലുള്ളാഹി തങ്ങൾ അറിയിച്ച കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തുക. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, ഈ ഒരു കാലഘട്ടത്തിൽ യോജിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. അത് അഹ്ലുൽ ബിദ്അഇന്റെ സ്വഭാവമാണ്, ബിദ്അഇകളുടെ സ്വഭാവമാണ്. അവർ സുന്നത്തിനും ഖുർആനും സുന്നത്തിനേക്കാൾ പ്രാധാന്യം നൽകുക അവർ ബുദ്ധിക്കായിരിക്കും, അല്ലേ? തഖ്ദീമുൽ അഖ്ലി അന നഖൽ, നഖലിനേക്കാൾ അവർ ബുദ്ധിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തോ പേച്ചുപോയി. മുഅ്തസിലകളെ പോലെ, ഖവാരിജുകളെ പോലെ, ജഹ്മിയാക്കളെ പോലെ പേച്ചു, ഒരു സംശയക്കാര്യത്തിലില്ല. ആരാണ് ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുന്നത്? ഖുർആനും സുന്നത്തിനേക്കാൾ പേച്ചു. ബുദ്ധി വേണ്ടാന്നല്ല, ബുദ്ധി വേണം. എവിടെ? ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ. ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ ബുദ്ധി വേണം. ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് അള്ളാഹ് ചോദിക്കുന്നത്, യാ ഉലിൽ അൽബാബ് അഫലാ യതദക്കറൂന യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കണം. ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ ചിന്തിക്കണം, അതിന് മേലെ ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായ? ബുദ്ധി വേണം എന്തിന്? ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കാൻ. എന്നാൽ ഖുർആൻ സുന്നത്തിനും പോലെ ബുദ്ധി നിങ്ങൾ കാണാൻ പാടില്ല. അത് ഖുർആൻ സുന്നത്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ബുദ്ധിയെ മുന്തിക്കാൻ പാടില്ല. അത് ബിദ്അഇകളുടെ സ്വഭാവമാണ്. പേച്ചു, ഉറപ്പാണ് പേച്ചു. അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖുഫല്ലേ, ഖുഫിൽ നമ്മൾ തടവൂലേ? നമ്മൾ എവിടെയാണ് തടവുക? ഖുഫ് തടവാന്ന് അറിയാലോ. വുളൂ ചെയ്യുമ്പം ഷോക്സ് ഇട്ട ഒരാൾക്ക് ഷോക്സ് തടവ ജായിസാണ്. കാല് കഴുകേണ്ട ആവശ്യമില്ല. ഷോക്സിന് മേലെ തടവിയാൽ മതി. എവിടെയാണ് നമ്മൾ തടവുക? എവിടെ തടവല്? മേലെ. ഷോക്സിൻ്റെ മേലെ ഈ ഭാഗത്ത് തടവും. മേലെ ഖുഫിൻ്റെ മേലെ തടവേണ്ടത്. ശരിക്കും പൊടിയാകുന്നത് എവിടെയാണ്? താഴെ മേലെയാണ്. നമ്മൾ നടക്കുന്ന താഴല്ലേ. നമുക്ക് എവിടെയാണ് ശരിക്കും തടവേണ്ടത്? താഴല്ലേ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ദീൻ എന്നുള്ളത് ബുദ്ധിയുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ ഖുഫ തടവുന്നത് താഴെയാകുമായിരുന്നു. പക്ഷെ ബുദ്ധിയുടെയും ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല ദീൻ. അത് അള്ളാൻ്റെ റസൂലിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഖുഫ മേലെ തടവുന്നത്. അവിടെ ചിന്തക്ക് പ്രസക്തിയില്ല. മനസ്സിലാകുന്നുണ്ടോ? വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഹജ്ജിന് പോകില്ലേ, ഉംറക്ക് പോകില്ലേ? ഇപ്പോൾ സഈ ചെയ്യും. സഈ എന്ന് പറഞ്ഞാൽ സഫാ മർവ കുന്നിനിടയിൽ ഓടുക.
അതാണ് സഅയ് എന്ന് പറയുന്നത്, നടക്കുക. ഈ നടക്കുന്ന സമയം നിശ്ചയിക്കപ്പെട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെത്തിയാൽ ഓടൽ സുന്നത്താണ്. ഓടൽ സുന്നത്താണ്. അതെന്തിനാന്ന് വെച്ചാൽ ഹാജറ റളിയല്ലാഹു അൻഹ, മഹദി ഇസ്മായിൽ നബി ചെറിയ കുട്ടിയായിരിക്കും അവിടെ കിടത്തിയിട്ട് വെള്ളമുണ്ടോയെന്ന് അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്. ആ സ്ഥലമാണത്. അപ്പോൾ ഈ താഴ്വരയിലെത്തുമ്പോൾ മഹദി എന്ത് ചെയ്യും? ഓടിയത് പെണ്ണാണ്. പക്ഷെ ഇന്ന് ഓടുന്നത് ആരാ? ആണാണ്. പെണ്ണിന് ഓടാൻ പറ്റുമോ? മക്രൂഹാണ്, പാടില്ലാത്തതാണ്. ചിന്തിച്ചു നോക്കിയാൽ അന്ന് ഓടിയത് പെണ്ണ്, അതിൻ്റെ സ്മരണ എന്നോട് ഇന്ന് ഓടുന്നത് ആണ്. ചിന്തിക്കാൻ കുഴപ്പമുണ്ടാകും. അല്ല പറഞ്ഞു, നമ്മൾ അംഗീകരിച്ചു. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ഇൽബാത്ത് ചെയ്യും. ഇൽബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ പുറത്താക്കിയിട്ട് ഇടും. എന്തിനിടുന്നത്? അങ്ങനെ എന്തിനിടുന്നത്? അല്ലാഹു ആലം. അല്ല പറഞ്ഞു, നമ്മൾ ചെയ്തു, ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സമയം ആദ്യത്തെ 3 റൗണ്ട് ഹർവൽ സുന്നത്താണ്. ഹർവൽ എന്ന് പറഞ്ഞാൽ നായ്പാച്ചൽ. നായ് പായുന്ന കണ്ടിട്ടില്ലേ? സ്പീഡും അല്ല നടത്തുമല്ല, തുള്ളി 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 ഓട്ടം. അതിന് ഹർവൽ എന്ന് പറയാം. അതേപോലെ ഓടുന്നത് എന്താണ്? സുന്നത്താണ്. എന്തിനാ? അല്ലാഹു ആലം. റസൂലുള്ളാഹി ചങ്ങ പറഞ്ഞു, റസൂലുള്ളാഹി ചെയ്തു, നമ്മൾ ചെയ്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, കഅബയെ നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഹജറുൽ അസ്വദ് ചുംബിച്ചു. ഇത് മാറുന്നിട്ട് പറയാം, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ ചുംബിച്ചത് റസൂലുള്ളാഹി ചുംബിച്ചത് കൊണ്ടാണ്. അതാണ് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി തങ്ങൾ എന്തു പറയുന്നോ അത് അതേപോലെ സത്യപ്പെടുന്നതാണ്. ബുദ്ധിക്ക് ഒരു പ്രസക്തിയും ഇല്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പയച്ചു. പിന്നെ ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. സംസം വെള്ളത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽമാ ഉസ്സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളത്തിന് ബറക്കത്തുണ്ട്. നിങ്ങൾ എന്തിനാണോ അത് കുടിക്കുന്നത് അത് അതിനുള്ളതായിരിക്കും. ഷിഫയാണ്, രോഗത്തിന് ശമനമാണ്, അത് ബർക്കത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമ്മൾ അംഗീകരിച്ചു. നമ്മൾ ടെസ്റ്റ് ചെയ്തിനാ? ഇല്ല. നമുക്കതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അറിയോ? ഇല്ല. റസൂൽ പറഞ്ഞു, നമ്മൾ അംഗീകരിച്ചു. ബുദ്ധിമുട്ടാണെങ്കിലോ അതും സാധാ വെള്ളമല്ലേ, അതിപ്പോൾ എന്താ ഉള്ളത് എന്ന് ചോദിക്കും. അപ്പം ബുദ്ധിക്ക് പ്രസക്തിയില്ല ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ. ബുദ്ധി വേണം ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കാൻ. എന്നാൽ ഖുർആൻ സുന്നത്തിൻ്റെ മേലെ നമ്മൾ ബുദ്ധിയെ കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ അതേപോലെ സത്യപ്പെടുത്തുക. രണ്ടാമത്തത് വംതിസാലുഹു ഫീമാ അമർ. റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. റസൂൽ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തേക്കുക. അതാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഈമാൻ. റസൂലുള്ളാഹിനെ പഠിക്കണ്ടേ? എന്താ റസൂലുള്ളാഹി ചെയ്തത്? റസൂൽ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യുക. മൂന്നാമത്തത് വജ്തിനാബു മാ നഹാ അൻഹു വസജർ. റസൂലുള്ളാഹി തങ്ങൾ നിരോധിച്ചതും റസൂലുള്ളാഹി തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിച്ചതുമായ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. നാലാമത്തത് വതഹ്കീമു ശരീഅതിഹി. റസൂലുള്ളാഹി തങ്ങൾ ഒരു വിധി തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. റസൂൽ നമ്മൾ തീരുമാനം പറഞ്ഞു, വിധി പറഞ്ഞു, നമ്മളെന്ത് ചെയ്യുക? നമുക്ക് പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളെന്ത് ചെയ്യുക? അത് അംഗീകരിക്കുക, അത് സ്വീകരിക്കുക. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി റസൂലുള്ളാഹിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഒന്ന്, റസൂല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിയത്ത് പഠിക്കണം. ആരാണ് മുഹമ്മദ്? മക്കയിൽ അബ്ദുള്ള, ആമിന എന്നവരുടെ മകനായി റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചു. മുഹമ്മദ് ആരാണ്? ഈ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് എന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. രണ്ടാമത്തത് അബ്ദിയത്ത്. മുഹമ്മദ് ഒരടിമ മാത്രമാണ്, ആരാധിക്കപ്പെടേണ്ട ആളല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമ മാത്രമാണ്, ആരാധിക്കപ്പെടേണ്ട ആളല്ല. അല്ലേ? റസൂലുള്ളാഹി ഒരുപാട് ഹദീസ് പറയും, നിങ്ങൾ എന്നെ ക്രിസ്ത്യാനികൾ ഈസാ നബി ആക്കിയ പോലെ നിങ്ങൾ എന്നെ ആക്കാൻ പാടില്ല, ഞാൻ വെറും അടിമ മാത്രമാണ്. അള്ളാഹു ഖുർആനിൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അബ്ദ് എന്നാണ് സൂചിപ്പിച്ചത്. അതെന്തിനാ അറിയോ? സ്നേഹം കൊണ്ടാണ്. മുഹമ്മദ് ഒരു അടിമ മാത്രമാണെന്ന് അറിയിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലദി അസ്റ ബിഅബ്ദിഹി. എല്ലായിടത്തും അബ്ദുകൾ കാണാം. അള്ളാഹ് അബ്ദായിട്ടാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. രണ്ടാമത്തെ അബ്ദിയത്ത്. റസൂലുള്ളാഹി തങ്ങൾ ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ച് പഠിക്കുക. മൂന്നാമത്തത് റിസാലത്ത്. റസൂലാണല്ലോ. എന്താ റിസാലത്ത് എന്ന് പറഞ്ഞാൽ? അതിനെ സംബന്ധിച്ച് പഠിക്കുക. നാലാമത്തത് നുബൂവത്ത്. റസൂൽ നബിയല്ലേ, നബീനെ സംബന്ധിച്ച് പഠിക്കുക. നബിയും റസൂലിൻ്റെ വ്യത്യാസം എന്താ അറിയോ? നബിയും റസൂലും, ശ്രദ്ധിച്ചോ, നബിയും റസൂലും വ്യത്യാസം എന്ന് വെച്ചാൽ, റസൂൽ എന്ന് പറഞ്ഞാൽ വഹീം കിട്ടും, ആ വഹീ കിട്ടിയ കാര്യങ്ങൾ ദഅവത്ത് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കിതാബ് ഉണ്ടാവും, ഒരു ശരീഅത്ത് ഉണ്ടാവും, നിയമാവലികളുണ്ടാവും. മൂസാ നബിക്കുള്ളതുപോലെ, ഈസാ നബിക്കുള്ളതുപോലെ, ദാവൂദ് നബിക്കുള്ളതുപോലെ ഓരോരുത്തർക്കും എന്തുണ്ടാവും? ഓരോ ശരീഅത്ത് ഉണ്ടാവും. ആ ശരീഅത്തും ഉണ്ടാവും, ആ ശരീഅത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യും. ഇതാണ് റസൂൽ എന്ന് പറഞ്ഞാൽ. നബി എന്ന് പറഞ്ഞാൽ പ്രത്യേക ശരീഅത്ത് ഉണ്ടാവില്ല, മറിച്ച്
മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകൻ്റെ ദീനിലേക്കായിരിക്കും ഇവർ ക്ഷണിക്കേണ്ടത്. ഏതുപോലെയെന്ന് അറിയോ? മൂസ നബിയാണ്, റസൂലാണ്. മൂസ നബിയുടെ കിതാബ് ഏതാ? തൗറാത്ത്. തൗറാത്ത് മൂസാ നബിയുടെ കിതാബാണ്. തൗറാത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മൂസാ നബിയുടെ ശരീഅത്താണ്. മനസ്സിലായ? ആ ശരീഅത്തിലേക്ക് ദഅവത്ത് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കും മൂസാ നബിക്ക്. അപ്പോൾ മൂസ നബിയുമാണ്, റസൂലുമാണ്. ഓക്കെ. മൂസാ നബിയുടെ കൂടെ അള്ളാഹു ദഅവത്തിനോട് നിശ്ചയിച്ചൊരു പ്രവാചകനുണ്ട്. ആരാ? മൂസ വഹാറൂൻ. ഹാറൂൻ നബി. ഹാറൂൻ നബിയാണ്, റസൂലല്ല. മനസ്സിലായ? കാരണം വെച്ചാൽ ഹാറൂൻ നബിക്ക് പ്രത്യേക കിതാബില്ല, പ്രത്യേക ശരീഅത്തും ഇല്ല. മൂസാ നബിയുടെ ശരീഅത്തിലേക്കാണ് അദ്ദേഹം ദഅവത്ത് ചെയ്യുന്നത്. മൂസാ നബിയുടെ കിതാബാണ് അദ്ദേഹത്തിൻ്റെ കിതാബ്. മനസ്സിലായ? ഇതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടുമാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മുർസലിങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറിയോ? മുർസലിങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയോ? മുർസലിങ്ങൾ 313 മുർസലിങ്ങളുണ്ട്. ഈ മുർസലിങ്ങളിൽ 5 ഉലുൽ അസ്മുകളുണ്ട്. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, അള്ളാഹിൻ്റെ അടുത്ത ആൾക്കാർ, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട ആൾക്കാർ 5 ആൾക്കാർ. ആരൊക്കെയത്? ഉലുൽ അസ്മിൽപ്പെട്ട 5 ആൾക്കാർ. 1 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 3 ഈസ നബി അലൈഹിസ്സലാം. 4 മൂസ നബി അലൈഹിസ്സലാം. 5 ആരാ? ആദ്യത്തെ മുർസൽ ആരാ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാർ, 5 ഉലുൽ അസ്മിൽപ്പെട്ട ആൾക്കാർ. അതിൻ്റെ നേതാവ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ മഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കാര്യമില്ലേ? ഒന്ന്, പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട 4 കാര്യങ്ങൾ. അതിലൊന്ന് ഇൽമ്. ഇൽമിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച്. രണ്ടാമത്തത് മഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.